ഏവർക്കും നമസ്കാരം. മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട്. അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ 2.5 വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ്. മാർച്ച് 29-ാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും. ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും. അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ മാർച്ച് മാസം 14-ാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും. തുടർന്ന് 15-ാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക. വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി 28-ാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് 29-ാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി 11-ാമത്തെ കൂറായ കുംഭക്കൂറുകാരുടെ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 1, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് ഈ മാസം നൽകുക. ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, അനാരോഗ്യം, രോഗദുരിതങ്ങൾ, അമിതമായ അധ്വാനം എന്നിവയെ എല്ലാം നൽകാം. തുടർന്ന് ധനഭാവം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 2-ാം ഭാവവും സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ധനത്തിന് നാശം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെ എല്ലാം വരുത്താം. കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക്പിഴവുകൾ, അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഏറെയാണ്. കൂടാതെ നേത്രരോഗങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, വഞ്ചന, അമളി എന്നിവ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം സൂര്യൻ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അധികരിച്ചിരിക്കും. ഈ കൂറുകാരുടെ രാശിയാധിപനായ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം, അതായത് 7 ശനി നടക്കുന്നു. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ക്ലേശങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, അകാരണമായ ഭയം, പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. എന്നാൽ കുംഭക്കൂറുകാർക്ക് ഈ മാസം അവസാനത്തോടുകൂടി വലിയ ഒരു ആശ്വാസമാണ് വരാൻ പോകുന്നത്. മാർച്ച് 29-ാം തീയതി ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും 2-ലേക്ക് മാറുന്നതാണ്. അതോടുകൂടി ജന്മത്തിൽ ശനി വിതച്ചിരുന്ന ദോഷങ്ങളുടെ കാഠിന്യം നന്നേ കുറയുകയും ചെയ്യും. ചൊവ്വ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം നൽകാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിലെ ഏകാഗ്രതയില്ലായ്മ, അലസത എന്നിവയും വന്ന് ഭവിക്കാം. മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം വന്നുകൂടാം. 5-ാം ഭാവം എന്നത് ബുദ്ധി, ഓർമ്മ എന്നിവയെയും കുറിക്കുന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു കാലതാമസം, പരാജയം, വീഴ്ച, ആശയക്കുഴപ്പം എന്നിവയിലേക്കെല്ലാം വഴി തെളിക്കാം. മാത്രമല്ല ഒരു അലസത, ഏകാഗ്രതക്കുറവ് എന്നിവയും ഈ സമയത്ത് വന്നുകൂടാം. ബുധൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2-ാം ഭാവം എന്നത് ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു. 2-ാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ബുധൻ നീചസ്ഥിതൻ ആണെങ്കിലും ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം 2-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നതാണ്. കൂടാതെ വാക്സ്ഥാനമായ 2-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം, വാക്ചാരുത, നല്ല ആശയവിനിമയം
വിസ്മയം എന്നിവയെ എല്ലാം ഉണ്ടാക്കും. ബുധൻ എന്നത് കുംഭക്കൂറുകാരുടെ 5-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനുമാകുന്നു. 5-ാം ഭാവം എന്നത് സന്താനഭാവമെന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ വിദ്യ, പഠനം, ഏകാഗ്രത, ബുദ്ധിശക്തി, ഓർമ്മശക്തി, സർഗാത്മകത എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ്. 5-ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വിദ്യാഗുണം, പഠനത്തിൽ മികവ്, ഏകാഗ്രത എന്നിവയെ എല്ലാം നൽകും. മികച്ച ആശയവിനിമയം, സംഭാഷണത്തിൽ ചാരുത എന്നിവയും ബുധൻ ഇക്കാലയളവിൽ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യാഴം 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, രോഗം, ദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. എന്നാൽ നിലവിൽ 2-ാം ഭാവാധിപനായ വ്യാഴം സുഖസ്ഥാനമായ 4-ലും 4-ാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ധനഭാവമായ 2-ലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്നു. ഇത് വളരെയധികം നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. തൽഫലമായി വ്യാഴം കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, കുടുംബാംഗങ്ങൾ അനുഭവിച്ചു വരുന്ന രോഗങ്ങൾ എന്നിവയ്ക്ക് അറുതി നൽകുകയും കുടുംബത്തിൽ ക്ഷേമം, സന്തോഷം, സമാധാനം എന്നിവയെ പ്രദാനം ചെയ്യുകയും ചെയ്യും. ശുക്രൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക. 2-ാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ്. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധികൾ എന്നിവയെ പ്രദാനം ചെയ്യും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല, വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും. ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവയും കൈവരും. ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ സൗമ്യം ആകും. കല, സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ബുധൻ, ശുക്രൻ എന്നിവർ ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്നു. ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴവും ഇവർക്ക് അനുകൂലനായി ഭവിക്കുന്നു. എന്നാൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നിവർ ദോഷഫലങ്ങളെയും നൽകുന്നു. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.